ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഞാൻ സാരിയൊക്കെ കൊടുത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ഉണ്ട്, അതിന് വേണ്ടി പോവാണ്. അതുപോലെ ഞാനും നിതിമോളും ആദ്യം നമ്മുടെ ക്യാമറ എടുക്കുന്നത് നമ്മുടെ ക്രിസ്റ്റി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവർ വരുന്നില്ല മാരേജിന്, അപ്പോൾ ഞാൻ പിന്നെ ചാച്ചമ്മയെ പോകുന്നുള്ളൂ. അപ്പോൾ കുരുള സിറ്റി ചെന്നിട്ട് അവിടെ നിന്ന് പോകണം. അവിടെ തന്നെയാണ് ഫംഗ്ഷനൊക്കെ. അപ്പോൾ ഇവിടുത്തെ സീസേപ്പള്ളി വെച്ചിട്ടാണ് നമ്മുടെ മോതിരമാറിലൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് 12 മണിക്ക് ഫംഗ്ഷൻ തുടങ്ങും. ഞാൻ പോകുന്നു. അപ്പോൾ ഞാൻ സാരി എടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഞാനും പോവാണ് ആദ്യമായിട്ട്. അതെ, കുർള സിറ്റി വീട്ടിലേക്ക് കൊണ്ടുപോകണം കേട്ടോ ക്രിസ്റ്റീനെ. അവിടെ ഒത്തിരി പേരൊന്നും ഇല്ല, പിള്ളേരുണ്ട്. അവിടെ ചെന്നിട്ട് എൻഗേജ്മെന്റ് ഉണ്ട്. അവിടെ ചെന്നിട്ട് എൻഗേജ്മെന്റിന് പോയിട്ട് ഞാൻ വേഗം വരും. കുറച്ച് സമയമുള്ളൂ. കുർള സിറ്റി തന്നെ പറമ്പെന്നൊക്കെ പറഞ്ഞു. പറമ്പിലും പോകണം. അത് നിങ്ങള്, ഞാനില്ല. ഗോതമ്പ് പോയേ അപ്പൊ ഞങ്ങളിതേ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ക്രിസ്റ്റിക്ക് ഒരു ഉഷാറില്ല, അങ്ങ് ആഞ്ഞു പിടിക്കല. കുറച്ചുകൂടെ നടക്കാണ്ട്. അയ്യോ, അവന്റെ നോട്ടം കണ്ടു കഴിഞ്ഞാൽ പേടിയാൻ കേട്ടോ. ദിവന്റെ ഇവിടെ കാണാം. നമ്മൾ കുറച്ചുകൂടെ നടക്കാനുണ്ട് കേട്ടോ. എല്ലാവർക്കും അറിയാലോ നമ്മുടെ ഇവിടുത്തെ കാര്യമില്ല. അപ്പോൾ നമ്മുടെ ക്രിസ്റ്റി ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ വഴി കാണിക്കാൻ നിൽക്കുന്ന ആദ്യമായിട്ടോ. അപ്പോൾ ആദ്യം ഫ്രണ്ട് വിടാം. വേഗം വന്നു വഴി. അതേ മല എടുക്കാൻ പറഞ്ഞാൽ മതി. നടക്ക എടാ, നടക്കാൻ മടി. നമുക്ക് പിന്നെ നടക്കാൻ സീനില്ലല്ലോ. കുഴപ്പമില്ല. ഒരു കാര്യമില്ലാണ്ട് നടന്നതാ. അപ്പോൾ പിന്നെ സീനില്ല. അപ്പോൾ നമുക്ക് വേണ്ടി നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്കും ചാച്ചിയമ്മ അവിടെ ഒരുങ്ങിയിരിക്കും കേട്ടോ. അപ്പം ഞാനും ചാച്ചിയമ്മയും പോയിട്ട് വരും. ഇവർ പറമ്പിൽ പണിക്കും. അപ്പോൾ ഇവരുടെ വീഡിയോ ഒക്കെ ലിതിമോളുടെ ഫോണിൽ നിന്ന് എടുക്കൂലേടി? നോക്കിയാൽ പോരെ, എടുക്കണം. അപ്പം നമ്മളങ്ങനെ ചാച്ചിയമ്മ അടുത്തെത്താറ കേട്ടോ. അതെ, ഇവിടെ കാപ്പിക്കൂരൊക്കെ ഉണങ്ങായിട്ടുണ്ട് കേട്ടോ. അതെ, ചാച്ചിയമ്മ ഒരുങ്ങി ഇറങ്ങി. എന്തിന്? അതെ, ആദ്യം ക്രിസ്റ്റി വരുമ്പോ മേടിച്ചോണ്ട് വരാം. എന്നാ 99 രൂപ. 99 രൂപ. നല്ല ഐറ്റമുണ്ടാക്കാനല്ല. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരട്ടെ. ഇവര് എങ്ങോട്ട് പോകുന്നു? ഞങ്ങള് കാച്ചിൽ പറിക്കാം. അപ്പോൾ വീഡിയോ എടുക്കണം അതിലേ. ഇങ്ങനെ എടുത്താൽ മതിയേ നേരെ. ഞങ്ങളിത് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ചാച്ചിയമ്മ സുന്ദരിയായി. ഞങ്ങൾ നേരെ പോകണം കേട്ടോ. എന്നാൽ പയ്യെ നടന്നു പോകാമെന്ന് വിചാരിച്ചു. മെയിൻ റോഡിലെത്തിയിട്ടുണ്ട്. ഇനി മേളിലേക്ക് കയറി പോകണം. കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളതൊക്കെ വന്നിട്ടുണ്ട്. പെണ്ണും ചെക്കനൊന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് പേര് മാത്രം നേരത്തെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളിതേ നേരെ പള്ളിയിലെത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ പള്ളി. ഇപ്പം എന്തായാലും വരുന്നവരെ വെയിറ്റ് ചെയ്യും. അവരൊക്കെ ഞാൻ അടിമാലിലല്ല. കൊള്ളാം, സൂപ്പറായിട്ടുണ്ടല്ലോ. അത് കേട്ടോ. അവിടെ വെള്ളമൊക്കെ അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ. ഉള്ളിലെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ മാത്രം ഇല്ല കേട്ടോ. ഞങ്ങൾ പുറത്ത് നിൽക്കാം.
രണ്ട് കുടുംബങ്ങളെ മാതാപിതാക്കളെ അവരോടൊപ്പം സഹോദരന്മാരെ രണ്ടുപേരും ചേർന്ന് എല്ലാവരും കൈയടിച്ച് ചിക്കൻ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അടുത്ത് ഞാൻ അവിടെ പോയി നിൽക്കുകയാണ്. അന്നേരം നമ്മുടെ മണവാട്ടി എന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചു. അപ്പം ഞാൻ ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ഫോട്ടോ എടുത്തപ്പോഴത്തേക്കും അച്ഛമ്മ ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അച്ഛമ്മക്ക് മേളിൽ കയറാൻ പറ്റുന്നുണ്ട്. ആ എടുത്തു. വാ. അയ്യോ മടുത്തോ? ഇതാരിത്? ഇതാരിത്? ഇതെന്നതാണിത്? എത്രാമത്തെ ഐസ്ക്രീം ആടാ? 3 ആണോ? ആ കഴിച്ച കുഴപ്പമില്ല. 2 10 കഴിക്ക്. അപ്പോൾ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ പ്രിൻസിയുടെ അനിയനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് അവൻ ഫോട്ടോയാണ് കേട്ടോ എടുത്തത്. അതുകൊണ്ട് ഫോട്ടോ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും ഇതിൽ. പിന്നെയൊന്നുമില്ല. നമ്മൾ നേരെ വീട്ടിൽ പോവുക. വീട്ടിലെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ പയ്യെ നടന്നു പോകത്തുള്ളൂ. വയ്യ. പിന്നെ ഫുഡൊക്കെ നല്ലതായിരുന്നു. ഒരു ലളിതമായി നല്ല രീതിയിൽ ഒരു അടിപൊളി എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് ബാക്കി തിരിച്ചു വന്നു. അതെ. എവിടെ ബോറടിച്ചോടാ നിനക്ക്? കുറച്ച്. ഇതാരാ അവിടെ ഒരു അവിടെ നിന്ന് ഒരാൾ എന്തോ കഴിക്കുന്നതാണെന്ന്? ഇതെന്നതാ തിന്നണത്? ഐസ്ക്രീം. ആരാ മേടിച്ചെന്നേ? കുഞ്ഞാൻറ്റി. അപ്പോൾ ദേ പെണ്ണും ഉണ്ട്. ഞങ്ങളിപ്പോ എന്നാ വന്നേന്ന് ആദ്യോട്. നീ എന്താ വിളിക്കാത്ത അച്ഛമ്മേനെ? ടാറ്റാ ബൈ ബൈ. അപ്പോൾ ഞങ്ങൾ തിരിച്ചതേ വീട്ടിലേക്ക് പോവാണ്. തിരിച്ചു പോയപ്പോൾ എൻ്റെ ഈ ബാഗൊക്കെ തന്നു. കാരണം ദിദിമോളുടെ കയ്യിൽ കാശിലൊക്കെ ഉണ്ട്. നിങ്ങൾ ആ വീഡിയോ എടുത്തായിരുന്നോ? ആ. അപ്പം അത് കാണിച്ചു തന്നെ കേട്ടോ. വേണ്ട വേണ്ട. വലിയ കാര്യം പറയാം. ഇത് മേടിക്കണ്ടേ? പെല്ല് മേടിക്കണോ? വേണ്ടെങ്കിൽ വേണ്ട. 500 രൂപ ആയിക്കോട്ടെ. രാവിലെ പോണം. എന്നതാടാ? അപ്പൊ പയ്യെ കല്യാണമൊക്കെ കൂടി തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകണം കേട്ടോ. ഇത് നമുക്ക് വരുമ്പോൾ മൂന്നാറൊക്കെ പോകും. ഒക്കെയാണ് നമുക്ക് അടുത്ത് കേസ്. ഇനി ഞാൻ വീണ്ടും വരുന്നുണ്ട് ഇവരുടെ കൂടെ. നമുക്ക് പൂപ്പാറ പോവാം. പൂപ്പാറ പോയി അന്ന് നീ പോയായിരുന്നു ഇവന്മാരുടെ കൂടെ ചേട്ടായൊക്കെ വന്നപ്പോൾ? പൂപ്പാറ ഇല്ല. നീ നാളെ പൊക്കോ. നിന്നെ ഇവിടെ കണ്ടുപോയേക്കും. ആർക്കറിയോ? ഒന്നാമതൊക്കെ വയ്യ. പാപ്പ മേടിക്കാൻ പോവാ. അപ്പാപ്പ മേടിച്ചാൻ പോവാൻ കടയില്. അപ്പം മേടിക്കാൻ പോകാം. അമ്പട് പൊന്നോട് വാങ്ങൂടെ? എവിടെ മേടിച്ചു കൊടുത്തിട്ട് പോരായിരുന്നു ചേച്ചി? നീ ഓട്ടോയ്ക്ക് മേടിച്ചു കൊടുത്തിട്ട് ഞാനവിടെ ഇറക്കുവോ? പാപ്പ വണ്ടിക്ക്
അങ്ങനെയാണ് മേടിച്ചു കൊടുക്കുന്നേ. വാ എന്നിട്ട് നീ അവിടെ ഇങ്ങ് വരുവാ. പോയിട്ട് ഇങ്ങ് വരുവാ. കേരള കൊണ്ടുവന്നു. ആലപ്പുഴ അരൂര്. എന്ത് മേടിക്കാനാടാ പറഞ്ഞേ? തിരിച്ചു പോവാ. സ്റ്റോപ്പിലാക്കി മതി. മാറിന്ന് അങ്ങോട്ട് നീങ്ങിക്കോ. നിങ്ങൾ ഷെയർ ചെയ്യടാ. അങ്ങനെയല്ലടാ ചെയ്യേണ്ടത്. ഷെയർ ചെയ്യണം. ഷെയർ ടാറ്റാ കുഞ്ഞി. ടാറ്റാ. കണ്ടാ മതി. അത് തന്നെ. അവിടെ നിർത്തിയാ മതിയേ. എത്രയായിട്ടാ? ഞാൻ നേരത്തെ പോന്നു. അയ്യോ, ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തല്ലോ. ആര്? ഞാനോ?